ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോറാസ് വേൾഡ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മിൽക്ക് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആദ്യം സ്പോഞ്ച് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. നന്നായി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നീട് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ വാനില എസൻസ്. നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റായി വരാൻ വേണ്ടി നമുക്ക് ഇതിലോട്ടേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ചിട്ടാൽ മതി. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/4 കപ്പ്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് തന്നെ വേണം. അപ്പോൾ ഇത് കുറച്ചായിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ബീറ്റായി വരുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറച്ചായിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് പാടില്ല, അപ്പോൾ നമ്മുടെ കേക്ക് താഴ്ന്നു പോകും. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ടിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മുടെ ഏത് ടിന്നാണ് എടുക്കുന്നത് അതിൽ നന്നായി ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായി കേക്ക് ടിന്നിൽ നിന്ന് വിട്ട് കിട്ടാറുണ്ട്. ഞാൻ ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യാറില്ല, ഡയറക്റ്റായി ഒഴിക്കാറാണ്. അപ്പോൾ നമ്മുടെ ടിന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് പ്രീഹീറ്റായ പാത്രത്തിലോട്ടേക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. അങ്ങനെ ഇതൊരു 40-45 മിനിറ്റ് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നു. ഇതുപോലെ മുകളിൽ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കണം. അങ്ങനെ 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ടിന്നിൽ നിന്ന് മാറ്റാം. കുറച്ച് തണിയാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സൈഡ്സിനൊക്കെ നന്നായി വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടിന്നിൽ നിന്നും എടുക്കാം.
അടിക്കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കണക്കായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മിൽക്ക് റെഡിയാക്കാം. 1/2 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും പിന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, ഈ 3 മിൽക്ക് കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ മിൽക്കാണ്. അതാണ് നമ്മളിതിന് 3 മിൽക്ക് കേക്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ മിൽക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പോഞ്ചിലോട്ടേക്ക് ഒരു ഫോർക്കോ മറ്റോ വെച്ച് നന്നായി ഹോൾസ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ നമ്മുടെ മിൽക്ക് ഇതിലോട്ടേക്ക് നന്നായി അബ്സോർബ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ മിൽക്ക് ഇതിൽ കുറച്ചായി ഒഴിച്ച് ഇത് മുഴുവനും ഇതിൽ തന്നെ ഒഴിച്ച് പിടിപ്പിക്കണം. അങ്ങനെ കേക്ക് മുഴുവനായി ഇരുന്ന് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടേക്കാക്കി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ ഒരു ഹോൾസ് ഇട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ മുഴുവനായി തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പിസ്താഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ റോസ് പെറ്റൽസ് അവൈലബിൾ ആണ്, അതിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനിവിടെ ഇപ്പം സാഫ്രോണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റിയാണ് ഇതിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.